ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത്രയും മക്കളാണ് എനിക്കുള്ളത്. ഇവരുടെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ദിവസം ഞാൻ പറയാൻ പോകുന്നത്. അവരുടെ കൂടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ എല്ലാവരെയും ചെയ്യുന്ന വിധം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരുടെയും മുടിയെല്ലാം രാവിലെ ഈരിയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വൈപ്പർ വെച്ച് മുഖമെല്ലാം തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് അവർക്കുള്ള വിറ്റാമിൻ മരുന്ന് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഓരോരുത്തരൊക്കെ ആയിട്ട് വിറ്റാമിൻ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞ് ഓരോരുത്തരെ ഞാൻ കൂട്ടിലാക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ വീട്ടിലോട്ട് വിട്ടാൽ വീട് രണ്ടാക്കി വെക്കും എൻ്റെ മക്കൾ. അത് കാരണം കൊണ്ട് എല്ലാത്തിനും ഒരുത്തിന് ഇവളെ ഞാൻ മരുന്ന് കൊടുക്കാൻ വിളിച്ചിട്ട് ഒരു രക്ഷയല്ലേ. മരുന്ന് കൊടുക്കാൻ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഒരുത്തൻ തന്നെ ഭയങ്കര ബലം പിടിച്ച് ഒരു വിധമൊക്കെ അവന് ഞാൻ മരുന്ന് എങ്ങനെയൊക്കെയോ ഞാൻ കൊടുത്തു എന്ന് ഇതെൻ്റെ ജോലി തന്നെയാണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനും കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള മീനെല്ലാം വെട്ടി വൃത്തിയാക്കുവാനേ. ക്ലീനെല്ലാം ചെയ്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ഗ്യാസ് വെള്ളം വെച്ചു വേവിക്കാൻ വെച്ച് അത് കഴിഞ്ഞിട്ട് അവരുടെ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകും. അവർക്ക് ഭക്ഷണം കൊടുക്കണം. ആ മീൻ വേവുന്ന നേരം കൊണ്ടെല്ലാം ഒന്ന് തൂത്തുവാരി അങ്ങനെ ക്ലീൻ ചെയ്യാം. അവരെ എല്ലാം മീനെല്ലാം വെന്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവർക്കുള്ള ഭക്ഷണത്തിനെല്ലാം കുഴച്ച് ഓരോരുത്തർക്കായിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടുവെക്കുവാണേ. അപ്പോൾ എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ നമ്മളെ കറബിപ്പെണ്ണിനെ വിളിച്ച് അവളും വന്ന്. ആ കുഞ്ഞിപ്പെണ്ണ് വന്നുകൊണ്ട് അവൾക്ക് ഇപ്പോൾ വീട്ടിൽ കയറുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അവൾ വെളിയില്ല. അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞ് അവരലങ്കോലമാക്കിയിട്ട വീടിനെ ഞാൻ വൃത്തിയാക്കുന്ന രംഗമാണ് കാണുന്നത്. അങ്ങനെ തുടച്ച് വൃത്തിയാക്കി ക്ലീനായി. ഇനി ഞാൻ വെളിയിലെ പണി